ഭൂസംരക്ഷണ സമിതി ഭാരവാഹികളുടെ കൂടെ നിതിൻ അംബുജൻ കൂടിയുണ്ട്. നിതിൻ, ഈ പൂർണ്ണമായും റവന്യൂ അവകാശം അത് ലഭിക്കണം, ഈ കേസുകൾ അവസാനിപ്പിക്കണം, അതല്ലാതെ ഇതിൽ നിന്ന് പിന്നോട്ട് മാറാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ രണ്ടാം സമരം ആരംഭിച്ച ആളുകൾ പറയുന്നത്. അത്തരം ആശങ്കകളൊന്നും ഈ ഭൂസംരക്ഷണ സമിതിക്കാർക്കില്ലേ? ജില്ലാ സർക്കാരിന്റെ ഇടപെടലിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇവിടെ സമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അല്പസമയത്തിന് തന്നെ മന്ത്രി പി രാജീവും കെ രാജനും ഇവിടെ എത്തി സമരക്കാർക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ആ ഒരു സമര മന്ത്രിമാർ ഇവിടേക്ക് എത്തും. എന്തായാലും 414 ദിവസം നടന്നു വരുന്ന സമരമാണ് ഇന്നിപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ ആശങ്കയോടുകൂടിയായിരുന്നു ഈ ജനത ഇവിടെ കഴിഞ്ഞത്. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ തന്നെ വലിയ പ്രതീക്ഷ അവർക്കുണ്ടായി. അവർക്ക് ഏതാണ്ട് 250ഓളം കുടുംബങ്ങൾ ഇതിനും തന്നെ കരമടക്കാനുള്ളൊരു അവസരം ലഭിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാമെന്നൊരു തീരുമാനം സ്വീകരിച്ചത്. എന്തായാലും സമരസമിതി കൺവീനർ ചേരുന്നുണ്ട്. വലിയൊരു ആശങ്കയിലായിരുന്നു. കാരണം റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്നാണ് ഒരു വിഭാഗം അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സഭാ നേതൃത്വവുമായിട്ട് ആലോചിച്ച് നടത്തിയ ചർച്ചയിലാണ് പി രാജീവ് സർ റവന്യൂ മന്ത്രിയും പറഞ്ഞത് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ അടിയന്തിരമായിട്ട് തന്നെ സ്ഥാപിച്ചു തരാം, കരമടച്ച് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നേരാക്കി തരാമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ രക്ഷാധികാരി ഫാദർ ആൻ്റണി സേവർ തറയിലും കോർ ഗ്രൂപ്പും മിനിഞ്ഞാന്നാൾ കൂടിയാണ് നമ്മളത് ഭിന്നത രൂപപ്പെട്ടപ്പോൾ ഭൂരിഭാഗം പേരും ആ സമരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അല്ല, അതിൻ്റെ അകത്ത് ഇവിടുത്തെ ഉള്ള 610 കുടുംബങ്ങളുണ്ട്. അതിൽ BJP മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ എല്ലാമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ തന്നെ സമരം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത്. BJP അനുകൂല ആളുകളാണ് അവിടെ സമരം. അതെ അതെ അതെ. വഖഫ് ട്രൈബ്യൂണലും അതോടൊപ്പം തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്ന തീരുമാനം. അതെ 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 അതെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കി തരുമെന്ന് പറയുകയും അതിവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ പി രാജീവ് സർ പറഞ്ഞിട്ടുണ്ട് ഒരു പോക്കുവരവ് ചെയ്യാനായിട്ട്, ഇവിടെ സ്ഥലമെടുപ്പൊക്കെ വരുമ്പോൾ പോക്കുവരവ് ചെയ്യേണ്ടതുണ്ട്. ആ പോക്കുവരവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയന്തിരമായിട്ടൊരു ഡെസ്ക് ഓപ്പൺ ചെയ്ത് ആ പോക്കുവരവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ആ പോക്കുവരവ് ചെയ്യുമ്പോൾ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും എല്ലാം ലഭിക്കും. 414 ദിവസം ഈ സമരം നടക്കുന്നത്. ഇതുവരെ ഒരു രാഷ്ട്രീയ ഭിന്നത രൂപപ്പെട്ടില്ല. പക്ഷേ സമരം അവസാനിക്കുമ്പോഴാണ് രാഷ്ട്രീയ ഭിന്നത ഇതിലേക്ക് വരുന്നത്. അതെ, അല്ല, 200 വർഷം കിരൺ റിജിജു വന്ന അന്ന് മുതൽ ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്ന അവരോട് തീരുമെന്നാണ്. പിന്നെ ആ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ BJPയിലെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആളുകൾ അതുമായിട്ട് തന്നെ പോയിക്കൊണ്ട് പുറത്തെ സമരം ആരംഭിച്ചവർ BJP മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രീയ മാനമുണ്ട് എന്ന് തന്നെയാണ് സമരസമിതി കൺവീനർ വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇവിടെ സമരം 414 ദിവസമായി തുടരുന്ന ആളുകൾ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ജുഡീഷ്യൽ കമ്മീഷനും വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 250ഓളം കുടുംബങ്ങൾ ഇതിനെ തന്നെ കരമടച്ചു കഴിഞ്ഞു. അതോടുകൂടി തന്നെ ഇവരുടെ വലിയ പ്രതീക്ഷ, അതായത് ഒരു സമരത്തിൻ്റെ ആദ്യഘട്ടം വിജയിച്ചു എന്ന നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അല്പസമയത്തിന് തന്നെ മന്ത്രിമാർ ഇവിടേക്ക് എത്തും. അങ്ങനെ ഈ സമരം ഇന്നത്തോടുകൂടി അവസാനിക്കുന്നു. നമുക്കറിയാം, ഈ വേളാങ്കണ്ണി പള്ളി അങ്കണത്തിൽ വെച്ചാണ് ഈ സമരം ആരംഭിച്ചത്. 2022 മുതൽ ഈ കരമടക്കാനുള്ള അവകാശങ്ങൾ, റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു. അതിനുശേഷം പിന്നെ ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ച സമരമാണ്. പക്ഷേ ഇതിനിടയിൽ പോലും ഒരു രാഷ്ട്രീയ ഭിന്നത അന്ന് രൂപപ്പെട്ടിരുന്നില്ല, പരസ്യമായി രൂപപ്പെട്ടിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചു, കിരൺ റിജിജു വന്നപ്പോൾ തന്നെ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു പരസ്യമായ ഒരു ഭിന്നതയിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഈ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഒരു രാഷ്ട്രീയ ഭിന്നതയിലേക്ക് പോവുകയും പിന്നീട് ഇപ്പോൾ ഈ സമരക്കാർ 2 വിഭാഗമായി ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഒന്ന് പള്ളിയങ്കണത്തിന് പുറത്തൊരു സമരം ആരംഭിച്ചു, മറ്റൊന്ന് ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ പോകുന്നു. എന്തായാലും അല്പസമയത്തിന് തന്നെ മന്ത്രിമാരായ കെ രാജനും അതോടൊപ്പം തന്നെ പി രാജീവും ഇവിടെ എത്തി സമരക്കാർക്ക് നാരങ്ങാനീര് നൽകി അങ്ങനെ ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ ജനത. സർക്കാരിൻ്റെ ഇടപെടലിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടാകും, അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിഭാഗം ഇവിടെ സമരം അവസാനിപ്പിക്കാൻ പോകുന്നത്. ദില്ല, 400 ദിവസത്തോളം ഒറ്റക്കെട്ടായി സമരം ചെയ്ത മുനമ്പം നിവാസികൾ ഇപ്പോൾ 2 വിഭാഗമായി വിഭജിച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം സമരം തുടരുമ്പോൾ മറ്റൊരു വിഭാഗം അല്പസമയത്തിനകം ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.